UDFന്റെ മേയർ സ്ഥാനാർത്ഥി കൂടിയാണ്. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഇപ്പോ പ്രചാരണം അതിന്റെ ഒരു പ്രധാനപ്പെട്ട തലത്തിലേക്ക് കടക്കുന്നു? തിരക്കൊക്കെ എങ്ങനെ പോകുന്നു? മൂർധന്യാവസ്ഥയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയൊരു 10 ദിവസക്കാലമാണെന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രചരണത്തിന് അവശേഷിക്കുന്നത്. വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നു. ഞാനിപ്പോൾ 2 റൗണ്ട് മുഴുവൻ വോട്ടർമാരെന്ന് പറയാൻ കഴിയില്ല എങ്കിലും മുഴുവൻ വീടുകളും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് ഇതിനകം തന്നെ. നല്ല ശുഭാപ്തി വിശ്വാസമാണ് UDFന് കൊല്ലം കോർപ്പറേഷനിലുള്ളത്. കോർപ്പറേഷനിൽ ബഹുഭൂരിപക്ഷം സീറ്റും. കാരണം ഈ ജനങ്ങൾ കഴിഞ്ഞ 30 വർഷക്കാലമായി നഗരത്തിൽ അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. കൊല്ലം നഗരത്തെ സംബന്ധിച്ച് കോർപ്പറേഷൻ ഭരിച്ച് തകർത്ത് തരിപ്പണമാക്കി എന്ന് പറയാൻ കഴിയും. ഇതിനോടൊപ്പം കിട്ടിയ എല്ലാ കോർപ്പറേഷനും ഇതേ പദവി കിട്ടിയ കോർപ്പറേഷനുകൾ വേണ്ടി താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയെ. ഇനി തൊട്ടിപ്പുറത്ത് കാണുന്ന ഈ ടൗൺ ഹാൾ അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. ടൗൺ ഹാൾ യഥാർത്ഥത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത് N. തങ്കപ്പൻ ചെയർമാനായിരുന്ന മുനിസിപ്പൽ ചെയർമാനായിരുന്ന കാലഘട്ടത്തിൽ സ്ഥാപിച്ചതാണ് ടൗൺ ഹാൾ. ആ ടൗൺ ഹാളിന്റെ പേര് ഇതിനകം 3 പുതിയ ടൗൺ ഹാൾ നിർമ്മിക്കാൻ കഴിയുന്നത്ര തുക ചെലവഴിച്ചിട്ടുണ്ട് നവീകരണത്തിന്റെ പേരിൽ. ഇന്നും ഒരു നവീകരണം എങ്ങും എത്തിയിട്ടില്ല. കുടിവെള്ളത്തിലായാലും അതുപോലെ തന്നെ മാലിന്യ സംസ്കരണ വിഷയത്തിലായാലും സ്ലോട്ടർ ഹൗസിലായാലും അതുപോലെ തന്നെയാണ് തെരുവിളക്ക് പരിപാലനം. തൊട്ടടുത്ത് ഇവിടുന്ന് ഒരു 10-200 മീറ്റർ അപ്പുറത്തേക്ക് പോകുമ്പോൾ ചിന്നക്കട ഓവർബ്രിഡ്ജ്, ആ ഓവർ ബ്രിഡ്ജിനകത്ത് പോലും ഇപ്പോഴും ലൈറ്റ് പലപ്പോഴും കത്താറില്ല. മാസങ്ങളോളം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ നോക്കൂ. ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ വിവാദം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ്, അതൊക്കെ നിങ്ങൾ ഉയർത്തുന്ന ഈ ആരോപണങ്ങൾ, പരാതികൾ, വിമർശനങ്ങൾ അതിനെ ഇല്ലാതാക്കാൻ തക്കതായി മാറുകയല്ലേ ചെയ്യുന്നത്? ശരിക്കും അതിനൊക്കെ കോൺഗ്രസ് പാർട്ടി എടുത്ത ചില നിലപാടുകളുണ്ട്, ചില തീരുമാനങ്ങളുണ്ട്. അതിൽ നിന്നും ഒട്ടും പിന്നോട്ട് പോയിട്ടില്ല. എടുത്ത തീരുമാനങ്ങൾ അതനുസരിച്ച് തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. അതിനകത്ത് പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും ഒരു കാലഘട്ടത്തിൽ അല്ല. നിങ്ങൾക്കിപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുണ്ട്, ഭരണവിരുദ്ധ വികാരമുണ്ട്, ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ വീടുകളിൽ കയറുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വെച്ച് നിങ്ങൾ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണല്ലോ ആരംഭത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അച്ചടക്ക നടപടി എടുത്ത് പാർട്ടിയിൽ നിന്നും പുറത്താക്കാനുള്ള തീരുമാനം എടുത്തത്. അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ നടപടിയെടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഒന്നും വളരെ പെട്ടെന്നാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. വളരെ ഗൗരവപരമായി നേതാക്കന്മാർ തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ, ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനമാണ്. ഉയർന്ന തലത്തിലുള്ള നേതാക്കന്മാരെല്ലാം ചേർന്നിരുന്ന് ഒരുമിച്ചെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയുണ്ടായത്. അല്ലാതെ MLA സ്ഥാനം കൂടി രാജിവെക്കേണ്ടതല്ലേ? ഒരു സംശയം പറയട്ടെ, ഇതുപോലെ ഉണ്ടായ എത്രയോ ആരോപണങ്ങൾ. ഇത് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ചോദിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടുന്നത്, സംസ്ഥാനത്ത് നിരവധി നേതാക്കന്മാർ LDFിലുള്ള ഉയർന്ന തരത്തിലുള്ള നേതാക്കന്മാർക്കെതിരെ ആരോപണങ്ങളുണ്ടായി. എന്ത് നടപടി അവർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അവർക്കൊക്കെ കൂടുതൽ സ്ഥാനങ്ങൾ കൊടുത്ത് ഉയർന്ന തരത്തിലേക്ക് കൊണ്ടുപോകാനാണ് LDF ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ അതെ, അതൊരു രാഷ്ട്രീയ ചോദ്യമാണ്. രാഷ്ട്രീയ ചോദ്യമല്ല. ആ ഒരു ചോദ്യം കൊണ്ട് നമുക്ക് ഈ വിവാദങ്ങളെ അല്ലെങ്കിൽ ന്യായീകരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയും. അതുകൊണ്ടാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഒരിക്കലും കോൺഗ്രസ് പ്രതിരോധത്തിലല്ല, കോൺഗ്രസ് നേതൃത്വമോ കോൺഗ്രസോ പ്രതിരോധത്തിലല്ല. കാരണം അത്തരത്തിൽ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ അറസ്റ്റിലേക്ക് പോകുന്നു, അറസ്റ്റ് ചെയ്തോട്ടെ എന്നുള്ള ലൈനിലാണ്. അറസ്റ്റ് ചെയ്യണേ കുറച്ചുകൂടി അതാണ് നല്ലത് തോന്നുന്നുണ്ടോ? നമ്മൾ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അറസ്റ്റ് ചെയ്തോട്ടെ എന്നൊരിക്കലും സ്വാഭാവികമായിട്ടും അതിനൊന്നും പ്രതിരോധിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. പാർട്ടി പ്രതിരോധത്തിലാകാൻ സാധ്യതയുള്ള ഒരു ഘട്ടത്തിൽ അത് MLA സ്ഥാനം കൂടി രാജിവെക്കല്ലേ നല്ലത് ഇലക്ഷന് മുന്നേ? അല്ല, അങ്ങനെയായിരുന്നുവെങ്കിൽ എത്രയോ പേര് ഇവിടെ നിങ്ങൾ ഇന്ന് ചോദിക്കുന്നത് കൊല്ലത്ത് നിന്നുകൊണ്ടാ. കൊല്ലത്തെ MLA മുകേഷിനെതിരെ നിരന്തരം അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ആരോപണം ഉന്നയിച്ചിട്ട് എന്ത് നടപടി സ്വീകരിക്കാൻ LDFന് കഴിഞ്ഞു? നേതൃത്വം അതേപോലെ തന്നെയല്ലേ ഈ കൊല്ലത്തല്ലേ നിങ്ങൾ നിൽക്കുന്നത്? കൊല്ലത്ത് നിന്നുകൊണ്ട് ചോദിക്കുമ്പോൾ കൊല്ലത്തെ പ്രതിനിധീകരിക്കുന്ന MLAക്കെതിരെ നിരവധി ആരോപണങ്ങൾ, ഒന്നല്ല നിരവധി. സ്വന്തം ഭാര്യ തന്നെ മാത്രമാണോ? ഫോൺ കോളുകളൊക്കെ എത്രയോ. ആ ഫോൺ കോൾ ഞാനല്ല എന്ന് ഒരിക്കലെങ്കിലും MLA പറഞ്ഞിട്ടുണ്ടോ മുകേഷ്? അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ടോ? ഞാനല്ല ഇങ്ങനെ സംസാരിച്ചിട്ടുള്ളത്. ഏതൊക്കെ ഭാഷയാണ്? നമുക്ക് ഒരുമിച്ച് ഒരു പൊതുവേദിയിൽ സംസാരിക്കാൻ കഴിയാത്ത ഭാഷയാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. എന്ത് നടപടി LDF സ്വീകരിച്ചു? ശരി, എന്തായാലും ഇതൊന്നും ഇത്തവണ ബാധിക്കില്ല. കോർപ്പറേഷനിൽ വലിയ പ്രതീക്ഷയാണ് UDFന്. 100%. 16 സീറ്റ്. ഇതൊക്കെ ഇത്തരം കാലയളവിൽ പലപ്പോഴും CPM ഉയർത്തിക്കൊണ്ടുവരുന്ന ചില രാഷ്ട്രീയ രംഗത്തുള്ള കളികളുണ്ട്, സർക്കസുകൾ എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാം. ആ സർക്കസ് ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്നില്ല. വോട്ടെടുപ്പ് വിഷയമാവില്ല. 16 സീറ്റ് കഴിഞ്ഞ തവണ ഉള്ളൂ. 28ലേക്ക് എത്തണമെങ്കിൽ 12 സീറ്റും കൂടി വേണം. അങ്ങനെ കോർപ്പറേഷൻ നിങ്ങൾ നേരത്തെ സ്ഥാനാർത്ഥികളൊക്കെ നിശ്ചയിച്ച്, നേരത്തെ മേയർ സ്ഥാനാർത്ഥിക്ക് നിശ്ചയിച്ച് ബഹുദൂരം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊരു ബാലികാറാമലയല്ലേ കോർപ്പറേഷൻ ഭരണം? അങ്ങനെ പറയുകയായിരുന്നെങ്കിൽ 1969 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9 സീറ്റുമായിട്ടാണ് മുന്നോട്ട് പോയത്. അത് കഴിഞ്ഞ് 133-ൽ 101 സീറ്റുമായി ജയിക്കാൻ കഴിഞ്ഞ കേരളമാണിത്.
ഇതൊക്കെ വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതിന് ഒരു സംശയമില്ല. പിന്നെ 32 വർഷക്കാലം രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം ബംഗാൾ അടക്കി ഭരിച്ച CPM ഇന്ന് അവിടെ പൂജ്യമാണ് അവിടുത്തെ നിയമസഭയിൽ.